ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക്. പാലക്കാട് അനധികൃതമായി കടത്തിയ 2,54,50,000 രൂപയുടെ ഇന്ത്യൻ കറൻസിയുമായി യുവാവ് പിടിയിൽ. വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് രാജസ്ഥാൻ സ്വദേശി ഭവാനി സിംഗ് പിടിയിലായത്. ഇയാൾ കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാടേക്ക് വരികയായിരുന്നു. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, ചെറിയ ഇടവേളയ്ക്ക് ശേഷം കുഴൽപ്പണ കടത്ത് സംഘങ്ങൾ വളരെ സജീവമായിട്ടുണ്ട് സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും പാലക്കാട്, കാസർഗോഡ് ഉൾപ്പെടെയുള്ള അതിർത്തി ജില്ലകൾ കേന്ദ്രീകരിച്ച്. ഇയാൾ ആർക്കു വേണ്ടിയാണ് ഈ പണം ഇവിടേക്ക് കൊണ്ടുവന്നതെന്ന് വ്യക്തമായിട്ടുണ്ടോ? തീർച്ചയായും ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വാളയാർ അതിർത്തിയിലൂടെ ഈ കുഴൽപ്പണം കടത്തൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇടയായി 2-3 പ്രാവശ്യം കുഴൽപ്പണം കടത്തിയത് പിടിക്കുന്നുമുണ്ട്. രേഖകളില്ലാത്ത പൈസ ആയത് കാരണം ഇൻകം ടാക്സിനെയാണ് ഇവർ ഏൽപ്പിക്കാറ്. അഥവാ ഇനി രേഖകളുമായി വന്നാൽ ഈ പൈസയും ഇൻകം ടാക്സിൽ ഏൽപ്പിക്കാതെ തന്നെ ഇയാൾക്ക് കൈമാറുന്നതാണ്. ഇത് സ്വർണം വാങ്ങാനുള്ള കാശാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് വ്യക്തമായ രേഖകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇത് പിടിച്ചത്. ഇന്ന് ഉച്ച ഒരു 12 മണിയോടുകൂടി വാളയാറിൽ റോഡ് പരിശോധനയിൽ നിൽക്കുന്ന എക്സൈസ് അധികൃതരാണ് ഇയാള് സ്വകാര്യ വാഹനത്തിൽ വരുന്ന ഈ രാജസ്ഥാൻ സ്വദേശിയായ ഭവാനി സിംഗിനെ പിടികൂടുന്നത്. തുടർന്നുള്ള ബാഗ് പരിശോധനയിലാണ് ഈ ഇത്രയും വലിയ ഒരു രൂപ പിടിച്ചെടുക്കുന്നത്. പ്രജിത്ത്, ഇയാൾ സ്വകാര്യ വാഹനത്തിലാണ് വന്നതെന്ന് വ്യക്തമാണ്. ഒരു ബാഗിനുള്ളിലായിരുന്നു പണം. ഈ ഭവാനി സിംഗിനൊപ്പം വാഹനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. ഈ റൊട്ടീൻ പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതിർത്തി മേഖലയായ കാരണം ഒരുപാട് മയക്കുമരുന്നും ഇതെല്ലാം റെയ്ഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ റെയ്ഡ് ചെയ്യുന്നത്. ഇയാൾ ആ സമയത്താണ് ഇയാളുടെ ബാഗിൽ നിന്ന് ഇത്രയും വലിയൊരു തുക പിടിച്ചെടുക്കുന്നത്. തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സമീപകാലത്തായി വ്യാപകമായ രീതിയിൽ ലഹരിയും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തും കുഴൽപ്പണക്കടത്തും ഒക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അതിർത്തി മേഖലകളിൽ എക്സൈസും പോലീസും ഒക്കെ ഒറ്റപ്പെട്ട പരിശോധനകളിൽ ഇതുപോലെ പ്രതികളെ, ഈ മാഫിയ സംഘങ്ങളെ പിടികൂടാറുണ്ട്. ഈ കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടേക്കാണ് ഇയാൾ പണം എത്തിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. പക്ഷേ ആർക്കു വേണ്ടിയാണ് പണം എത്തിച്ചതെന്ന് അറിയണം. ആരാണ് ഈ പണം കൊടുത്തുവിട്ടതെന്ന് അറിയണം. എക്സൈസ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിന്റെ എക്സൈസിന്റെ തുടർ നടപടി ഇനി എന്തായിരിക്കും? ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു കൊണ്ട് വരികയാണ്. അതിനുശേഷം വ്യക്തമായ രേഖകൾ ഉണ്ട് പറഞ്ഞാൽ എന്ന് വെച്ചാൽ പൈസ അവർക്ക് തിരിച്ച് ഏൽപ്പിക്കുകയും, അതല്ല പറഞ്ഞാൽ ഈ പിടിച്ചെടുത്ത പൈസ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റും എന്നാണ് നമ്മളോട് എക്സൈസ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും, കാരണം അത്തരം രേഖകൾ, ഇയാളുടെ കൈവശം രേഖകൾ ഉണ്ടായിരുന്നു. ഈ പണം കൊണ്ടുവരുമ്പോൾ അനധികൃതമായിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ രേഖകൾ ഉണ്ടാകില്ല. പക്ഷേ ഇത് നിയമപരമായിട്ടാണെങ്കിൽ സ്വാഭാവികമായും രേഖകൾ കൈവശം ഉണ്ടാകുമല്ലോ. ഈ പ്രാഥമികമായ പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? പ്രാഥമികമായ പരിശോധനയിൽ ഇയാളുടെ അടുത്ത ബില്ലുകളോ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ എക്സൈസുകാർ പൈസ പിടിച്ചെടുത്തിരിക്കുന്നത്. വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് അനധികൃതമായി കടത്തിയ 2 കോടി രൂപയിലധികം, 2.5 കോടിയോളം രൂപയുടെ ഇന്ത്യൻ കറൻസി എക്സൈസ് പിടിച്ചെടുത്തത്.